സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെസ് പ്ലേ മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ടേസ്. ഇവനെയും കൊണ്ട് ഒരടിക്ക് ചത്ത. ഓക്കെ, അപ്പോൾ ഷെയറും ചെയ്യാം ടേസ്. അപ്പം നമ്മൾ 20ാമത്തെ വില്ലേജറിനെയും കൂടെയാണ് ഇപ്പോൾ പറഞ്ഞയച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തുടക്ക എപ്പിസോഡിൽ കാണിച്ചതാട്ടോ അതൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ടൈസ്. ഇത് ഞാൻ ടോർച്ച് വെച്ച് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അത് ഞാൻ ഡിലീറ്റ് ആക്കി കേട്ടോ ഗൈസ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ ടോർച്ച് വെച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും നടക്കണ്ട ഇപ്പോൾ ഞാൻ ഒഴിവാക്കിയതാണ്. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ 8 ബ്ലോക്ക് ആക്കരുത്. മിനിമം ഇപ്പോഴേ സ്പോണായോ 8 ബ്ലോക്ക് ആക്കാൻ പാടില്ല. മിനിമം 10 ബ്ലോക്കെങ്കിലും 8 ബ്ലോക്ക് താഴ്ചയിൽ പാടില്ല. മിനിമം 9 ബ്ലോക്കെങ്കിലും താഴ്ചയിലേ പാടുള്ളൂ. 9 ബ്ലോക്കിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. 8 ബ്ലോക്ക് ആവാൻ പാടില്ല ടൈസ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നൈസിന് ഇത് മാത്രം പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് വെച്ചിട്ട് 3 ഡേറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവനെ അടിക്കുക. അപ്പോൾ അവൻ താനെ എടുക്കുന്നുള്ളൂ. അവനെ കൊന്നേക്കാം ടൈസ്. ഓക്കെ, അവനെ കൊന്നിട്ട് നമ്മളതിനകത്ത് വീണ്ടും ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ബ്ലോക്ക് വെച്ച് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കാം. കോബിൾ സ്റ്റോൺ എടുത്തതിന് ശേഷം ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം ടേസ്. അപ്പോൾ ആയങ്കോളം ഇതിൻ്റെ പൊക്കത്തൊക്കെ അങ്ങ് സ്പോൺ ആയിക്കോളൂ ടേസ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തേക്ക് അങ്ങ് സ്പോൺ ആവുന്ന രീതിയിൽ ഇതങ്ങ് മൊത്തം അങ്ങ് വെച്ച് കൊടുത്തേക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ച് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൽ ഒരാൾ സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ മൂലയിൽ ഇവനങ്ങ് പൊട്ടിക്കുക. കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡേറ്റും നമുക്കങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റും പൊട്ടിച്ചേക്കാം. ഇതങ്ങ് പൊട്ടിച്ചളഞ്ഞേക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങാം ടൈസ്. ഇതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഓക്കെ, അതിന് ശേഷം ഈ ഭാഗം നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഇപ്പന്മാരെ ഒന്ന് കളഞ്ഞേക്കട്ടെ. മൊത്തത്തിൽ ഇന്ന് ക്ലീനാക്കി കൊടുത്തേക്കാം. ഇവിടെ ഡേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഞാൻ കീപ്പർ എങ്ങാനും വന്നോന്ന് മേടിച്ചു പോയി ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് ഒരു വഴി കിട്ടുന്നുണ്ട്. ബാക്കി വഴി നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഇത് മതി താൽക്കാലികമായിട്ട്. അത് കഴിഞ്ഞിട്ട് 2 ചെസ്റ്റ് എടുക്കുക. ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള 2 ഗ്ലാസ് ഉണ്ടല്ലോ ഗൈസ്, ആ ഗ്ലാസ് 2 എടുത്തിട്ട് ഇവിടെ 2 എടുത്തും വെക്കുക. ചെസ്റ്റ് തുറക്കാൻ പറ്റുമോ? ഓക്കെ, അത് ചെസ്റ്റ് തുറക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് ചാടിക്കഴിഞ്ഞിട്ട് ഇവനെ ഇച്ചിരി അങ്ങ് നീക്കിക്കുക. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അതിനെ പോയ പണി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഹോപ്പർ എടുക്കുക. ഹോപ്പർ എടുത്തതിന് ശേഷം ചെസ്റ്റിലേക്ക് നോക്കിയിട്ട് ഓട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബ്ലോക്ക് നമുക്കങ്ങ് ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ പ്ലേസ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ മൊത്തത്തിലൊന്ന് പ്ലേസ് ചെയ്തേക്കാം നമുക്ക് ഗൈസ്. വന്നിട്ട് ഷവലും കൂടെ എടുത്തിട്ട് ഡേറ്റ് മൊത്തം ഒന്ന് ഞാൻ കളയാട്ടോ. എനിക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്കായാൽ മതിയെന്നേ ഉള്ളൂ ടൈസ്, അല്ലെങ്കിൽ പണി കിട്ടും, അതാണ്. ഓക്കെ, എന്നിട്ട് ഇത് മൊത്തം പിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലമൊക്കെ ഒന്ന് അടച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടെ ചെയ്യാം ടൈസ്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് ഫാർമെന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ബ്ലോക്കല്ല 9 ബ്ലോക്കാട്ടോ എടുക്കേണ്ടത്, മറക്കരുത്. താഴോട്ട് ഡിഗ് ചെയ്യേണ്ടത് 8 ബ്ലോക്കല്ല 9 ബ്ലോക്കാണ്. അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അത് മറക്കാതെ ഓർത്ത് വെക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവനെയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി 4 എണ്ണം.
ഓക്കെ, അതിന് ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഒന്ന് മാറിപ്പെടാ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലെയിൻ ഗ്ലാസ് വേണം. പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ട് ഈ ഗ്ലാസ്സിനോട് കൂടെ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ സൈനിങ് ബോർഡ് ഉണ്ട്. സൈനിങ് ബോർഡ് ഒന്ന് ഇവിടെയും അതേപോലെ ഒന്ന് മറണ്ണ എവിടെയാ വെച്ചാൽ ഒന്ന് ഇവിടെയും എന്നിട്ട് ബാക്ക് അടിക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ ലാവ ബക്കറ്റ് എടുക്കുക, വാട്ടർ ബക്കറ്റും എടുക്കുക. ലാവ ബക്കറ്റിലത്തെ ലാവ ഇതിനകത്ത് ഒഴിക്കുക. ഓക്കെ, ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ ഡേറ്റ് എടുത്തിട്ട് നമുക്ക് കയറിയ ശേഷം ഈ ഡേറ്റ് അങ്ങ് മൈൻഡ് ചെയ്ത് അങ്ങ് കളഞ്ഞേക്കുക. അത് കഴിഞ്ഞിട്ട് വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് വാട്ടർ ഇവിടെ അങ്ങ് ഒഴിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ അയൺ ഫാർമിൻ്റെ പണി ഏകദേശമല്ല കഴിഞ്ഞു ഗൈസ്. എൻ്റെ കയ്യിൽ 12 എണ്ണം ഉണ്ടായിരുന്നു. അതങ്ങ് ഇതിനകത്തങ്ങ് വെച്ചേക്കാം. 2 പൂപ്പിയുണ്ട്, അതുകൊണ്ട് വെച്ചേക്കാം. പൂപ്പിയല്ല പോപ്പി ഉണ്ട്, അതുകൊണ്ട് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, വരുന്നുണ്ട്. ഇനി ഈ അയൺ ഫാർം മൊത്തത്തിൽ വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഞാൻ വീഴാതിരിക്കാനായിട്ട് ഗൈസ്, ഞാൻ വീഴാതിരിക്കാനും പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട് അവരും വീഴാതിരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു പരിപാടി ചെയ്തേക്കാം. അപ്പോൾ ഇത് വർക്കിംഗ് എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ്ട് വീണ്ടും നിങ്ങൾ പുറത്താണ് സ്പോൺ ആവുന്നത്. അതെന്താണ്? വാട്ട്സ് എ പ്രോബ്ലം ഗൈസ്? 5x5 എടുത്തത്. 9 താഴോട്ട് ഡിഗ് ചെയ്തത്. പിന്നെന്തുവാണ് പ്രോബ്ലം? ഒന്നങ്ങ് ഓടുന്നില്ലല്ലോ ഗൈസ്. പ്രോബ്ലം വരാൻ സാധ്യത വളരെ 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 കുറവാണ്. ഇച്ചിരി കൂടെ ആവശ്യമുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ പോകാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. ഇനി നമുക്ക് ആ അയൻകുളത്തെ ഒന്ന് തീർത്തേക്കാം. എന്താ പ്രോബ്ലം എന്ന് നോക്കാം ഗൈസ്. പിടിക്കുക, തിരിച്ചോടിക്കോ അണ്ണാ. ഞാൻ ഈ നാട്ടുകാരനല്ല, എനിക്ക് ഈ വീട്ടിലത്തെ വഴി അറിയില്ല. ഓക്കെ, 3 ബ്ലോക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇവനെ ആഞ്ഞും വലിഞ്ഞും ചെരിഞ്ഞും ഒക്കെ അടിക്കട്ടോ. ഓക്കെ, നൈസ് ഗൈസ്. പ്ലേസ് ഗൈസ് വർക്കാവണം ഗൈസ്. പ്ലേസ് ഗൈസാ വർക്കാവണം ഗൈസ്. വർക്കായാൽ മതിയായിരുന്നു ഗൈസ്. വർക്കായില്ല ഞാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. പ്ലേസ് വർക്കാവ്. നമുക്ക് ഈ ഡേറ്റ് ഒന്ന് ഇച്ചിരി ഇവിടുന്ന് എടുത്ത് മാറ്റി കേട്ടോ. ഈ ഡേറ്റിൻ്റെ കുഴപ്പമാണെങ്കിലോ ഈ ഡേറ്റ് ഇച്ചിരി ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റിയേക്കാം. ഡേറ്റിൻ്റെ കുഴപ്പമാവാതിരിക്കാനായിട്ട് നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റിയേക്കാം. അബദ്ധം വെച്ചാൽ ഇപ്പോഴും സ്പോൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്ന അയങ്കോളം വീണ്ടും പുറത്ത് സ്പോൺ ആയിരുന്നു. ഇത് തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ ലെസ്പ്ലേ ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ ലെസ്പ്ലേയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇതാണ് ഗൈസ് ഈ ബെഡ് റോക്ക് എഡീഷനെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത് തന്നെയാണ് ഈ എപ്പിസോഡിലും ചെയ്തത്. കഴിഞ്ഞ ലെസ്പ്ലേ ചെയ്തത് തന്നെയാണ് നമ്മുടെ ഈ മിനി വേൾഡിൽ നമ്മൾ ചെയ്തത്. എന്നിട്ട് നോക്കുമ്പോൾ അതാണ്ട് മിനി വേൾഡിൽ അത് വർക്കാവുന്നില്ല. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. പുറത്ത് ചാടേണ്ടതിന് വരെ ഉള്ളിൽ ചാടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു 5-6 അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കും വിഷയമില്ല. ഒരു 5-6 വരണം ഗൈസ്. ഓക്കെ, നമ്മൾ ദാണ്ട് ഇത്ര മാറ്റിയിട്ടുണ്ട്. ഇത്ര മാറ്റിയാൽ മതി. ഓവർ മാറ്റി കഴിഞ്ഞിട്ട് വൃത്തിയാടാക്കണ്ട. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഇതിനകത്ത് സ്പോൺ ആയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി ഗൈസ്. അടുത്ത ഒരെണ്ണം കൂടെ ഇതിനകത്ത് സ്പോൺ ആവണം, അല്ലാണ്ട് എനിക്ക് സന്തോഷം വരില്ല. ഇപ്പോൾ തന്നെ 24 ഗൈസ്. സോ ഫാസ്റ്റ്. ഓക്കെ, ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചളഞ്ഞേക്കാം. നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഞാൻ വഴി പിന്നെ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഞാൻ സെറ്റാക്കിക്കോളാം. വഴി ഒരെണ്ണം കൂടെ വരുന്നുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ, നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, വർക്കിംഗ് ആണ്. ഒരെണ്ണം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ആണെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അഥവാ വർക്കായില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഗൈസ്. ഞാൻ പറയാം. അപ്പോൾ എന്താണ് ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ അയൺ ഫാർമിൻ്റെ പണിയും ഇപ്പോൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ല, ഇച്ചിരി റൂം ഡെക്കറേഷൻ്റെ പരിപാടിയും കൂടി ഉണ്ട്. അത് ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഡെക്കറേഷൻ ചെയ്തോളാം. അപ്പോൾ സോ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്.